നീയേ ഇടയ്ക്കിടയ്ക്ക് CA എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. ഒത്തിരി കാര്യങ്ങളെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തവളാ ഞാൻ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. അയ്യോ, എന്നോട് ദേഷ്യപ്പെടണ്ട. ആപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സർ, ഞാനിന്ന് എന്തൊക്കെയാ ചെയ്യണ്ടേ? ഏതൊക്കെ ഫയലുകൾ എടുക്കണ്ടേ? അതൊക്കെ ഇനി മുതല് ശേഖരൻ നോക്കിക്കൊള്ളൂ. നിന്റെ ഹെൽപ്പ് വേണ്ട. ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ വക പണികളാ പ്രതാപനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാറിന് എന്നോട് എന്തോ പിണക്കമുള്ളതുപോലെ. സാറിന്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. എല്ലാവരുടെ മുമ്പിലും എല്ലായ്പ്പോഴും അങ്ങനെ മനസ്സ് തുറക്കാൻ എനിക്ക് നേരമില്ല. ഇത്തിരി തിരക്കുള്ള ആളാ ഞാൻ. യാമിനിയും ശേഖരനും ഇതിൽ ഇടപെടണമെന്നില്ല. ഇതെന്റെ വ്യക്തിപരമായ പ്രശ്നം. ഇതും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. ഞാൻ പറയുന്നതും കേട്ടാ മതി. രാജുവും ഹൃതിയും ഇനി മുതൽ ഓഫീസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്ന് വെച്ചാ ഓഫീസ് കാര്യങ്ങൾ ഇപ്പൊ നോക്കുന്നതും അതിന്റെ ചാർജും ദീപകിനാ. അവിടെ രണ്ടുപേരും സഹായിക്കണം എന്നർത്ഥം. ഏട്ടാ, അത് നീ മിണ്ടരുത്. കമ്പനിയുടെ ചെയർമാൻ ഞാനാ. ഞാൻ എടുക്കുന്ന തീരുമാനം ഇത്. ഈഗോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തില് ഉത്തരവാദിത്തങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയതല്ലേ. അന്ന് ഏറ്റെടുക്കാൻ ദീപകേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ആ ചുമതലയിൽ നിന്ന് മാറ്റാൻ തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവനെന്റെ എല്ലാം ആയ ചേച്ചിയുടെ മോനാ. അവൻ ഓഫീസ് ഇൻചാർജായി തന്നെ തുടരും. പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അവനെ സഹായിച്ചാൽ മതി. സർ, ശരാ.